ഒരു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് ഒരു മൊമെന്റ് ഉണ്ട് ഒരു ആക്ടറിന്. ദാറ്റ് ഈസ് ഓൺലി ദി ആക്ടേഴ്സ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തോ അവിടെ വരാൻ പോകുന്നത്. സിനിമാറ്റിക് ആയിട്ട് അതിനെ വളരെ കൺവിൻസിംഗ് ആയിട്ട് ഹാൻഡിൽ ചെയ്തെന്നുള്ളത് ഡെഫിനറ്റ്ലി അത് ആഷിഖിനും അതിൻ്റെ റൈറ്റേഴ്സിനും അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അത് ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു ന്യൂസാണ്. അത് ഞാനതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ പറ്റത്തില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞു. അതൊരു വെബ് സീരീസാണ്. ഗൗതം മേനനാണ് സംവിധാനം ചെയ്യുന്നത്. ഉലകമെമ്പാടുമുള്ള എല്ലാവരും കാണാൻ സാധ്യതയുള്ളൊരു കഥാപാത്രം. ജയലളിത നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ലൂസ്ലി ഇൻസ്പയർ ഓൺ ദിയർ ലൈഫ്സ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലൂസിഫറിൽ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആ ഒരു ബിഗിനിങ്ങിൽ വരുന്ന ആ ഒരു സീനിൽ ആ ഒരു വീഡിയോ ഇത് ചെയ്യുന്നൊരു അപ്പോൾ വളരെ പർട്ടിക്കുലർ ആയിരുന്നു പൃഥ്വി അങ്ങനെ തന്നെ അത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പൃഥ്വി പറഞ്ഞില്ല അത് അങ്ങനെ തന്നെ പറയണം, ഭയങ്കര സ്പീഡിൽ പറയണം ഡയലോഗ് പറഞ്ഞ് ചെയ്യിപ്പിച്ച. പൃഥ്വി പറഞ്ഞാണ് അങ്ങനെ വേണം, അങ്ങനെ കാല് ഇങ്ങനെ നടക്കണം, എപ്പോഴും ഒരു ബോഡിയിൽ ഒരു ഷേക്ക് വേണം, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഷേക്ക് വേണം. ഉടനെ ഉണ്ടാവില്ല, പക്ഷെ തീർച്ചയായിട്ടും ഇന്ദ്രജിത്തിന്റെ ഒരു സംവിധാന സംരംഭം എന്നെങ്കിലും പ്രോബ്ലി അടുത്ത 10 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം. വൈറസിലെ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഞാനത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത് ഒരു സുകുമാരൻ്റെ ടോണിലാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തോന്നുന്നത്. പിന്നെ അതിൽ നിന്ന് വേറെ അതുവരെയുള്ള ക്യാരക്ടറിൽ നിന്നൊക്കെ കുറച്ചുകൂടി ചേഞ്ച് ആയിട്ടുള്ള കുറച്ചുകൂടി മാനറിസംസ് അല്ലെങ്കിൽ കുറച്ചുകൂടി സവിശേഷതകൾ ക്യാരക്ടറിൽ ഉള്ളിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. വൈറസിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ശരിക്കും വൈറസിൻ്റെ കഥയും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ ആഷിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ആ സിനിമയുടെ ഭാഗമാകുന്നതിന് മുൻപാണ്. ഞങ്ങളൊരു ദിവസം വീട്ടിൽ കൂടിയപ്പോഴാണ് ഇങ്ങനെ ആഷിഖിനത് പറഞ്ഞത്, ഇങ്ങനെ പുതിയൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, കോഴിക്കോട് ഉണ്ടായ നിപ്പ വൈറസ് ഔട്ട് ബ്രേക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഒരുപാട് ഇൻസിഡൻസ്, അതായത് റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസിനെ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളും ലൊക്കേഷൻസും അതുപോലെ സീൻസും ഒക്കെ സിനിമയിൽ ഉണ്ടാകുന്നൊക്കെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഞാൻ ആ സിനിമയുടെ ഭാഗമാകുന്നതിന് മുൻപ് ഒരുപാട് നാൾക്ക് മുമ്പ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് ഒരു ദിവസമാണ് ഇങ്ങനെ ആഷിഖ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ആ സിനിമയുടെ ഒരു ഭാഗമാവണം, അതിലൊരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ശരിക്കും ഈ ഒരു കഥാപാത്രത്തിനല്ല ആദ്യം തന്നെ വിളിച്ചിരുന്നത്, മറ്റൊരു കഥാപാത്രത്തിന് വേണ്ടിയാണ്. പക്ഷേ ചില ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഒത്തു വരാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വന്ന് ലാൻഡ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും റിയൽ ആൾക്കാരിൽ നിന്ന് ലൂസ്ലി ഇൻസ്പയർഡ് ആണ്. അപ്പം ആ രീതിയിൽ ശരിക്കൊരു ഹ്യൂമൻ കളക്റ്റീവ് എഫേർട്ട്, അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കോഴിക്കോട് നഗരത്തെ നിപ്പ വിമുക്തമാക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് വൈറസ്. അതിൻ്റെ ഒരു മെയിൻ ഒരു ആളായി പ്രവർത്തിച്ച ഒരു കോഴിക്കോട് ഹെൽത്ത് ഓഫീസർ ഉണ്ടായിരുന്നു, കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഗോകുമാർ. അപ്പോൾ ഡോക്ടർ ഗോകുമാറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഡോക്ടർ ബാബുരാജിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഡോക്ടർ ബാബുരാജ് കുറച്ചൊരു ഒരു റഫ്നെസ് ഒക്കെ ഉണ്ടല്ലോ, അതേ റഫ്നെസ് ഗോകുമാറിനുണ്ട്. പുള്ളി ജനറലി കുറച്ചൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളാണ്. നേരെ പോലെ അതിന് മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കുന്ന അങ്ങനത്തെ കുറച്ച് കണ്ടാൽ തന്നെ പുള്ളി ഒരു ഡോക്ടർ ആണോ എന്ന് തോന്നിപ്പോകുന്ന ടൈപ്പ് ഒരാളാണ്. കാരണം കയ്യിലൊരു ഇടിവളയൊക്കെ ഉണ്ട് ഈ ക്യാരക്ടറിനുണ്ട്. അപ്പോൾ പക്ഷേ പുള്ളി വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ലിമിറ്റ്സിൽ പുള്ളി ചെയ്യുകയും മൊത്തത്തിലൊരു ശുദ്ധികലശം നടത്തുകയും ഇപ്പം നിപ്പ എന്നുള്ളതിൻ്റെ മാത്രമല്ല അല്ലാതെ ഒരുപാട് നല്ല പ്രവർത്തികൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നിപ്പ വൈറസിൻ്റെ ഔട്ട്ബ്രേക്കിൻ്റെ സമയത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഈ പേഷ്യൻസ് പലരും മരിച്ചു പോകുന്നു, അവരുടെ ബോഡീസ് ഏറ്റെടുക്കാൻ ആൾക്കാരില്ല, കാരണം ബോഡിയിൽ നിന്നും ഈ ഒരു വൈറസ് പകരും. അപ്പോൾ അത് ഏറ്റെടുത്ത് അത് കൊണ്ടുപോയി അതിന്റെ ഫ്യൂണറൽ നടത്തുക, അതിന്റെ ക്രിമേഷൻ നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാരണം അതിൽ മറ്റു ആൾക്കാർ ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ വൈറസ് സ്പ്രെഡ് ചെയ്യാതെ നോക്കണം, ഇത് സേഫ് ആയിട്ട് അവിടെ എത്തിക്കണം, ക്രിമേഷൻ നടത്തണം, മറ്റുള്ള ആൾക്കാർക്ക് അത് എഫക്റ്റഡ് ആവാതെ നോക്കണം എന്നൊക്കെ പറയുന്നത് ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. അത് ചെയ്തിരുന്നത് ഡോക്ടർ ആർ എസ് ഗോകുമാറാണ്. അപ്പോൾ അങ്ങനെ ആ ആർ എസ് ഗോകുമാറിൻ്റെ ക്യാരക്ടർ റിയൽ ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥാപാത്രമാണ് ബാബുരാജിൻ്റെത്. അപ്പോൾ പുള്ളിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ടഫ്നെസ് തന്നെ നമ്മൾ ഇതിലും റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആർ എസ് കുമാർ ട്രിവാൻഡ്രത്താണ്, പുള്ളിയുടെ സംസാരത്തിൽ ജനറലി ഒരു ട്രിവാൻഡ്രം സ്ലാങ് കാര്യങ്ങളൊക്കെ കുറച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഒരു ട്രിവാൻഡ്രം സ്ലാങ്. അത് ശരിക്കും ആഷിക്കിൻ്റെ ഐഡിയ ആയിരുന്നു. കാരണം ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആഷിക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു, ഇന്ദ്ര നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ലാങ്ങിൽ തന്നെ പിടിക്കാം, ഇന്ദ്രന് കംഫർട്ടബിൾ ആയിട്ടുള്ള. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എറണാകുളം സ്ലാങ് ഉപയോഗിച്ചിട്ട് ട്രിവാൻഡ്രം, പക്ഷേ ഞാൻ ട്രിവാൻഡ്രത്താണ് വളർന്നത്, ട്രിവാൻഡ്രം കുറച്ചുകൂടി ഈസി ആയിട്ട് വരും. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ആർ എസ് ഗോകുമാറും ട്രിവാൻഡ്രംകാരനാണ്, എന്നാൽ പിന്നെ ഓക്കെ ട്രിവാൻഡ്രം ഒരു ചെറിയൊരു സ്ലാങ് പിടിച്ചു പോകും. അങ്ങനെ പക്ക അങ്ങനത്തെ ഒരു സ്ലാങ് അല്ല, പക്ഷേ ലൈറ്റ് ആയിട്ടൊന്ന് സ്ലാങ് പിടിച്ചു പോകാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫോർമേഷനും ആ ഒരു സ്റ്റൈലും ഒരു സംസാരമൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷം ഈ ഒറിജിനൽ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡോക്ടർ ഗോപകുമാർ പുള്ളിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ആക്ച്വലി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. പരിചയക്കാരൻ തന്നെയാണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് ശരിക്കും. കാരണം കരുണാകരൻ സാറിൻ്റെ
ഗൺമാന്റെ മോനാണ് ഡോക്ടർ ആർ എസ് ഗോകുമാർ. അപ്പൊ ശരിക്കും ആ സമയത്ത് ഞങ്ങൾ ഫാമിലി വൈസ് നല്ല അടുപ്പമുണ്ടായിരുന്നു, അമ്മയും അതുപോലെ കർണാൻ സാറിന്റെ ഫാമിലിയും. അപ്പൊ ആ സമയത്ത് സ്ഥിരമായിട്ട് കർണാൻ സാറെ കാണാൻ പോകുമ്പോൾ, അച്ഛൻ ആ സമയത്ത് KSFDC ചെയർമാൻ, ആ സമയത്ത് അവിടെ പോകുമ്പോഴും ഒക്കെ കർണാൻ സാറിന്റെ കൂടെയുള്ള ഗൺമാൻ ഉണ്ടാവും, പിന്നെ അവരുടെ ഫാമിലിയും പലപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം എനിക്കിത് ഓർമ്മയില്ല, പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് ലൊക്കേഷൻ വന്ന് കണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വൈറസിന്റെ ലൊക്കേഷനിൽ പണ്ട് അങ്ങനെ ക്ലിഫോസിൽ വരുമ്പോൾ ഓർമ്മയുണ്ടോ, അങ്ങനെ ഗൺമാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേഗമായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മെമ്മറീസ് ഉണ്ട്. കാരണം ചൈൽഡ്ഹുഡിൽ അവിടെ പോകുമ്പോൾ, അച്ഛനോടെ പോകുമ്പോൾ പലപ്പോഴും പുള്ളിയെ കണ്ടതും എല്ലാവരും കൂടി ഒരുമിച്ച് മുറ്റത്ത് കളിച്ചതും ഒക്കെ വളരെ വേഗമായിട്ടുള്ള ഓർമ്മയുണ്ട്. അപ്പൊ ശരിക്കും ആ സമയത്തുള്ളൊരു പരിചയമാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പരിചയം പുതുക്കിയത് പഴയൊരു ഫ്രണ്ടാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ശരിക്കും വൈറസിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ട്. പിന്നെ അത് അറിഞ്ഞ പിന്നെ ഞങ്ങൾ ഡെയിലി ഒരുമിച്ചുണ്ടായിരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഈ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും വായിച്ചറിയുകയും കേട്ടറിയുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഭീകരാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്, അത് ഫസ്റ്റ് ഹാൻഡ് ഇൻസിഡൻസ് നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഈവൻ മെഡിക്കൽ കോളേജ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലും ഒരുപാട് റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു, കണ്ടു, സംസാരിച്ചു. ഡോക്ടർ ആർ എസ് ഗോകുമാറായിട്ട് സംസാരിച്ചു. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഭീകരാവസ്ഥ, അല്ലെങ്കിൽ എന്തായിരുന്നു ആ സമയത്തുള്ളൊരു മെൻ്റൽ ട്രോമ, എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരുന്നൊരു ഇമോഷണൽ ആർക്ക് ആ സമയത്ത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ജീവൻ മരണ പോരാട്ടമാണല്ലോ. ഈ ഡീൽ ചെയ്യുന്ന ഓരോരുത്തരും ഇത് നാളെ ഇത് നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ. ഏതായാലും അങ്ങനെ ഒരുമിച്ച് നിന്ന് കട്ടയ്ക്ക് നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു ചെറിയ ഇതിലോട്ടത്. ഇവനത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും അഭിനന്ദിക്കുകയും കേരളത്തിൽ ഈ നിപ്പയെ നമ്മൾ ചെറുത്ത് നിർത്തിയ ആ ഒരു പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് വേൾഡ് വൈഡ് അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യം. രണ്ടാം വരവിൽ പോലും ഏറ്റവും ഫലപ്രദമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ്, ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അതിൽ ഒരുപാട് പേര് ഇൻവോൾവ് ആണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, അറ്റൻഡേഴ്സ്, അവിടെ ജോലി ചെയ്യുന്നവർ, അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, മിനിസ്റ്റേഴ്സ്, പിന്നെ കോർപ്പറേഷൻ വർക്കേഴ്സ്, പൊതുജനങ്ങൾ, ശരിക്കും ഹ്യൂമൻ കളക്റ്റീവ് എഫേർട്ടാണ്. അതാണ് നമ്മളിപ്പോൾ പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യം. കാരണം നമ്മൾ ഓരോ യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുക എന്നതിലുപരി ഇറസ്പെക്റ്റീവ് ഓഫ് എവറിത്തിങ് ഹ്യൂമൻ കളക്റ്റീവ് എഫേർട്ടിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അത് എന്തും ചെയ്യും അതിനു വേണ്ടി. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ ജോലിയും കാര്യങ്ങളും രാഷ്ട്രീയവും ഒക്കെ മറന്നു നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അൺബിലീവബിൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് ഈ നിപ്പ വൈറസിനെ ചെറുത്ത് നിർത്തിയ ആ ഒരു ഇൻസിഡന്റും അതുപോലെ പ്രളയമുണ്ടായ സമയത്ത് ജനങ്ങൾ ഒരുമിച്ച്. ഇതിനെ കണക്ട് ചെയ്യും. ഇപ്പം തമിഴ്നാട്ടിലെ ചെന്നൈയിലെ പ്രളയമാണെങ്കിലും ചെന്നൈ വെള്ളപ്പൊക്ക സമയത്തും കേരളത്തിലെ പ്രളയ സമയത്തും ഈ അൻബോർഡ് വെച്ചൊക്കെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഏകോപന സ്വഭാവത്തിലും അല്ലെങ്കിൽ അതിൽ ഒരു പലതരം എഫേർട്ടുകളിൽ വളരെ കാര്യമായി ചെയ്ത നടൻ കൂടിയാണ് ഇന്ദ്രിയത്ത്. ഇപ്പം അങ്ങനെ ഒരു അതിൻ്റെ വേറൊരു തരത്തിലുള്ളൊരു മിഷൻ, ഒരു വലിയ ഹ്യൂമൻ കളക്റ്റീവ് എന്ന് പറയുന്നൊരു സംഗതി നിപ്പയുടെ കാര്യത്തിലുണ്ട്. ഈ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു 1-2 ആക്ടേഴ്സിൽ കൂടുതൽ അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഈ ഒരു എഫേർട്ടിനെ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു അവിടെ പോകുമ്പോൾ. തീർച്ചയായിട്ടും അതെ. കാരണം ഇപ്പോൾ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് അറിയാം. എല്ലാവരും അവരവരുടേതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് അതിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ ചെല്ലുന്നത്. പിന്നെ ബീങ് ആൻ ആക്ടർ നമ്മൾ അവിടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം അല്ലെങ്കിൽ ശ്രീ ഗോപകുമാർ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പുള്ളി നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിലും ഇപ്പോൾ ടോവിനോ ആണെങ്കിലും അവരുടെയൊക്കെ കഥാപാത്രങ്ങൾ, ഇപ്പോൾ കളക്ടർ സാർ ആ സമയത്ത് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ അതിനകത്ത് വിഷ്വലി കാണിക്കുന്നുണ്ടല്ലോ. എന്ന് പറയുന്ന പോലത്തെ മാനസികാവസ്ഥയായിരുന്നു ശരിക്കും എല്ലാവർക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു മനസ്സിൽ അത് ഉൾക്കൊണ്ട് തന്നെയാണ് അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്, എല്ലാ ആക്ടേഴ്സും. പിന്നെ വലിയൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് പ്രവർത്തിച്ച പലരെയും നേരിട്ട് കാണുവാനും എക്സ്പീരിയൻസസ് അറിയാനും ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസസ് അറിയാനും എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു അവസരം ആഷിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് പേര് പല ദിവസങ്ങളിലായിട്ട് ലൊക്കേഷനിൽ വരികയും നമ്മളായിട്ടിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസസ് അറിഞ്ഞിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡിഫറെന്റ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫിക്ഷൻ സിനിമയിൽ അഭിനയിക്കുന്നതും ശരിക്കും നടന്നൊരു സംഭവമാണ് എന്ന് മനസ്സിൽ കണ്ട് അഭിനയിക്കുന്നതിന് വ്യത്യാസം നമുക്കറിയാം. ഇത് റിയലി നടന്നതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന്റെ ഒരു റിയാലിറ്റി ആയിരിക്കും ഒരു പക്ഷേ സ്ക്രീനിലും പ്രതിഫലിപ്പിച്ചിട്ടുണ്ടാവുക. കാരണം ആൾക്കാരെന്ന് പറയുന്നത് വളരെ എക്സ്ട്രീംലി റിയലിസ്റ്റിക് ആയിട്ടുള്ള അതേ ടെൻഷനിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ അങ്ങനെ പാക്ക് ചെയ്തിട്ട് ഡയറക്ടറും എവിടെ ഒരു സ്ഥലത്ത് പോലും അത് ഓവർ ബോർഡ് പോവാതെ
ആ റിയാലിറ്റിയിൽ തന്നെ പിടിച്ച് ആ ഒരു നൂലിൽ തന്നെ പിടിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡെഫിനറ്റ്ലി ഒരു ക്രാഫ്റ്റ്മാൻസ് വർക്കാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ എഫേർട്ട് പറഞ്ഞു, പക്ഷെ സിനിമ പല ടൈമിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഒരൊറ്റ മിഷനാണ്, ഗ്യാപ്പില്ലാതെ ചിലപ്പോൾ ഉറക്കമില്ലാതെ. ഇപ്പം ഇത് സിനിമ പല ഘട്ടങ്ങളിലായി ഷൂട്ട് ചെയ്യുന്നു, പല ഷെഡ്യൂളുകളിലേക്ക് മാറുന്നു പെർഫോമൻസ്. അപ്പോൾ അതിലൊരു കൺസിസ്റ്റൻസി വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മിഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ മൂഡിൽ അല്ലെങ്കിൽ ഒറ്റ ഇമോഷനിൽ ഫോളോ ചെയ്യേണ്ടതാണ്. ആക്ടർ എന്നുള്ള രീതിയിൽ അതൊരു ടാസ്ക് അല്ലേ? തീർച്ചയായിട്ടും അതാണല്ലോ ഒരു ആക്ടറിന്റെ ജോലി എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും ഒരു കഥാപാത്രത്തിന്റെ ഇമോഷണൽ ആർക്ക് കണ്ടിന്യൂറ്റി പിടിച്ച് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം എങ്ങനെയാണ് തുടങ്ങുന്നത്, എന്തൊക്കെ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, എവിടെ എത്തി നിൽക്കുന്നു. ഇപ്പൊ നമ്മളൊരു സീന് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ റൈറ്ററിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ അടുത്തോ എവിടെയാണ് ഈ ക്യാരക്ടർ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒരു പ്രതിസന്ധി ഏത് ഘട്ടത്തിലാണ്, എന്ത് മാനസികാവസ്ഥയിലാണ് ഇയാൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എന്ത് മാനസികാവസ്ഥയിലാണ്. നമ്മുടെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ വേറൊരാളോട് പെർഫോം ചെയ്യണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്താണ്, ലൈവ് ഇൻസിഡന്റ്. അതുവരെ സിനിമയിൽ എവിടെ എത്തി നിൽക്കുകയാണെന്നുള്ളത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും റൈറ്ററിനോടോ അല്ലെങ്കിൽ ഡയറക്ടറോടോ സംസാരിച്ച് ടിൽ വേർ ഹാവ് യു റീച്ച്ഡ് എന്ന് മനസ്സിലാക്കുന്നത് പെർഫോമൻസിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. പിന്നെ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഓർഡറിൽ ഷൂട്ട് ചെയ്ത് പോകാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം എസ്പെഷ്യലി ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള സിനിമയിൽ എല്ലാവരും വരിക, കാരണം പലരും പല സിനിമകളുടെ നടക്കുന്നതാണ് വന്ന് ചെയ്തിട്ട് പോയത്. അപ്പോൾ ആ രീതിയിൽ ഓർഡറിൽ ഷൂട്ട് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു ആ ഒരു കഥ അല്ലെങ്കിൽ കഥാപ്രമേയം അല്ലെങ്കിൽ എതുവരെയാണ് ആ ഒരു ഇൻസിഡന്റ് വന്ന് നിൽക്കുന്നത്, എന്താണ് മാനസികാവസ്ഥ എന്നുള്ളത് റൈറ്ററിൻ്റെ നിന്നും ഡയറക്ടറിൽ നിന്നും മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് തന്നെയാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഇതൊരു വാർമൂഡ് പോലെയാണല്ലോ ഓഡിയൻസ് കാണുമ്പോൾ, അതിന്റെ ഒരു കാഷ്വാലിറ്റി അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ കൂടെയുള്ള ആര് മരിക്കും ആര് ജീവിക്കും എന്നൊക്കെ പറയാത്ത തരത്തിലുള്ള ഒരു അൺപ്രഡിക്റ്റബിലിറ്റി കൂടിയുണ്ട്. ഈ സിനിമ പേഴ്സണൽ വ്യൂവർ എന്നുള്ള രീതിയിൽ സിനിമ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? തീർച്ചയായും അതാ ഞാൻ പറഞ്ഞത്, റിയൽ ലൈഫ് ഇൻസിഡൻസ്, അത് ശരിക്കും നടന്നിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ പത്രങ്ങളിലൂടെയും ടി വി മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അതായത് ഒരു ഡോക്യു ഡ്രാമ ലൈനിലേക്ക് വീണു പോകാൻ സാധ്യതയുള്ളൊരു സബ്ജക്ട്. കാരണം നമുക്കറിയാം ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ഫാക്ട്സ്. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് ചെയ്യാന്ന് പറയുന്നതിന് ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്. അപ്പൊ അത് സെലക്ട് ചെയ്തു എന്നുള്ളത് നമ്പർ 1. പിന്നെ അത് വളരെ സിനിമാറ്റിക് ആയിട്ട് അതിനെ വളരെ കൺവിൻസിങ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് ഡെഫിനറ്റ്ലി അത് ആഷിക്കിനും അതിൻ്റെ റൈറ്റേഴ്സിനും അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്, നമ്മളൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നടന്നിട്ടുള്ള ഇൻസിഡൻസിനെ എടുത്ത് അത് ആൾക്കാർക്ക് ഒരു ഡോക്യുമെൻ്ററി മൂഡ് വരാതെ വളരെ ഒരു സിനിമാറ്റിക് മൂഡിൽ, എനിക്കൊന്ന് അതിനകത്ത് സെക്കൻഡ് ഹാഫിലെ ആ ഒരു പക്ഷേ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു ത്രില്ലർ മൂഡുണ്ട്. എങ്ങനെയാണ് ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാണ് മറ്റേയാളെ കണക്റ്റഡ് ആയത് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഇതുവരെയുള്ളവർ എങ്ങനെയാണ് ഈ രോഗമായിട്ട് ഹോസ്പിറ്റലിൽ ഒരാളും മറ്റേയാളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ പറയുന്ന പ്രൂവ് ചെയ്യുന്ന ആ ഒരു അതാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ജനങ്ങളെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമയെ അവസാനം വരെ കൊണ്ട് കാണാൻ സാധിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺ. അത് തീർച്ചയായിട്ടും അതൊരു ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ക്രാഫ്റ്റ് ആണ്, അത് അഭിനന്ദിച്ചേ പറ്റൂ. അതായത് ഇപ്പം ആഷിക്കുമായിട്ട് വേറൊരു സിനിമയിൽ നേരത്തെ പിന്നെ ജയന്റെ ബയോപിക്കിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആഷിക്ക് തന്നെ നേരത്തെ അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു സിനിമ കുറച്ചുകൂടി റിയൽ, അത് ചെയ്യേണ്ടിയിരുന്ന ഒരു ബയോപിക്കിന് പകരം മറ്റൊരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ചെയ്തുകൊണ്ടാണ് ആഷിഖിനെ ഇപ്പോൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഈ ആഷിഖ് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിനൊപ്പം ഉള്ള എക്സ്പീരിയൻസ് അത് ഏത് രീതിയിലായിരുന്നു? ഡെഫിനറ്റ്ലി എന്നുള്ളതിൽ നമുക്കുള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ഫിലിം മേക്കേഴ്സാണ് ആഷിഖ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ ഒരു ഫിലിം മേക്കർ എപ്പോഴും അയാളുടെ സിനിമകളിലൂടെ സംസാരിക്കണം എന്ന് വിശ്വസിക്കുന്നതാണ്. ആ രീതിയിൽ ആഷിഖിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. വളരെ എല്ലാ വ്യത്യസ്ത പ്രമേയങ്ങളും ആഷിഖ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നിപ്പോൾ ഈ വൈറസ് എന്ന് പറഞ്ഞ സിനിമ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനാണ്. അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കർക്ക് മാത്രമേ അത് ഏറ്റെടുത്ത് ഒരു സിനിമയാക്കി ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ആ രീതിയിൽ ഡെഫിനറ്റ്ലി എന്നും എനിക്ക് ആഷിക്കിനോട് വർക്ക് ചെയ്യണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ എന്തോ ചില ടെക്നിക്കൽ കാരണങ്ങളാൽ അത് പ്രോപ്പറായിട്ട് ഒന്ന് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അതെപ്പോഴും ഓപ്പൺ ആണ്, അതെപ്പോഴും ഒരു ബയോപിക് പോലത്തെ സിനിമയാണ്. അപ്പം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു വൈറസിൽ വന്ന് എത്തി ഇതിപ്പോൾ ഒരുപാട് സോഷ്യൽ പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. നമുക്കറിയാമല്ലോ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്, പ്രളയ കാലഘട്ടം പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. ഈവൻ പൂർണ്ണിമയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. കാരണം പൂർണ്ണിമ പറഞ്ഞു ഇതിൻ്റെ ഒരു
കാരണം ഇത്രയും ഒരു കളക്റ്റീവ് ഹ്യൂമൻ കളക്റ്റീവ് എഫേർട്ട് എക്സ്പീരിയൻസ് ആ ഒരു ഹ്യൂമൻ കളക്റ്റീവ് എഫേർട്ടിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രയോറിറ്റി ആയിരുന്നു, മോർ ദൻ എന്തുവാണ് അതിനകത്തുള്ളത്. രണ്ട് പ്രളയകാലത്തും ഇങ്ങനെ ഒരു ഹ്യൂമൻ കളക്റ്റീവിന്റെ ഭാഗമാകാതിരിക്കാൻ പറ്റുന്നില്ലാത്ത അതൊരു ആക്ടർ എന്നുള്ള രീതിയിൽ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുക, ആ സിനിമ ജനങ്ങളിൽ എത്തിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ കണ്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഒരു സല്യൂട്ട് കൊടുക്കുന്നതിന് തുല്യമാണ്. അതോടൊപ്പം തന്നെ ഈ ആ സിനിമയിലെ ആ ക്യാരക്ടറിന്റെ എൻട്രി സീൻ ഒരുപക്ഷെ എനിക്കൊന്നത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന നടൻ എപ്പോഴും പെർഫോമർക്കാണ് എപ്പോഴും കയ്യടി കിട്ടാറുള്ളത്. സ്റ്റാറിനേക്കാൾ ഒരു പെർഫോമിംഗ് അല്ലെങ്കിൽ പെർഫോമർ ഡ്രിവൻ ഇതിലാണ് കൈയടി കിട്ടുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ബാബുരാജിന്റെ എൻട്രിയിൽ തന്നെ ആളുകൾ ആ രീതിയിൽ കൈയടിക്കുന്നുണ്ട്. ഒരു ആക്ടറുടെ എൻട്രിയാണ്, അയാൾ ഡയലോഗ് പറഞ്ഞിട്ടില്ല, വേറെ ഏതെങ്കിലും ഒരു മാസ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ സ്ലോ മോഷനോ അല്ല. അപ്പൊ അങ്ങനെ ഒരു കയ്യടി തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ആദ്യ ദിവസം തന്നെ ഞാൻ കാണുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ സിനിമ കഴിഞ്ഞതിന് ശേഷം വട്ട് ജയനുമായിട്ടും കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ട് അതെനിക്കൊന്ന് ബേസിക്കലി ട്രിവാൻഡ്രം പിന്നെ ഈ റഫ്നെസ്, ഞാൻ ലാസ്റ്റ് ട്രിവാൻഡ്രം സ്ലാങ് അങ്ങനെ അഭിനയിച്ച സിനിമ ലെഫ്റ്റ് റൈറ്റ്, അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് അങ്ങനെ ഒരു സ്ലാങ് ഉപയോഗിച്ച്, അതിനൊരു കാരണമുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു സംഭാഷണ ചോയിലൊക്കെ ചെറിയൊരു പിന്നെ വട്ടുജയനെ പോലെ എടുത്തു ചാടി ചെയ്യാവുന്ന സിഗരറ്റുണ്ടോന്നൊക്കെ ചോദിക്കുന്നിടത്ത് പെട്ടെന്ന് ഒരു വട്ടുജയനെ ഓർമ്മിപ്പിക്കുന്ന പോലുള്ള, അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിവേസ് ഇൻ എ ഗുഡ് വേ ഒരു നല്ല കഥാപാത്രത്തെ ഈ ഒരു കഥാപാത്രം ഓർമ്മിപ്പിച്ചു എന്ന് പറയുന്നത് വലിയ നല്ല കാര്യമാണ്. എന്നാൽ അതിന്റെ കോപ്പി ആവാതെ നമ്മൾ വേറെ തരത്തിൽ ചെയ്യാൻ സാധിച്ചു. താങ്ക് യു. അതിനെ പറയാനുള്ളത് കാരണം സ്ക്രീനിൽ വരുമ്പോൾ തന്നെ കൈയടിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ജനങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷം. ഈ തുടക്കത്തിലേക്ക് ക്യാരക്ടർ നോക്കി അറിയാം, ഒരു ഏജിന് അപ്പുറത്താണ് അയാളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം ഇന്ദ്രജിത്ത് എന്ന നടനേക്കാൾ ഒരു 20 വയസ്സോ 10 വയസ്സൊക്കെ കൂട്ടിയിട്ടിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ റഫാക്കി കളയാം. എടുത്തു ചാട്ടക്കാരനായി അല്ലെങ്കിൽ ഒരു ഒറ്റ ബുദ്ധി ലൈനിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഈപ്പൻ പാപ്പച്ചി അടക്കമുള്ള ക്യാരക്ടർ ഞാനിപ്പോ 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈപ്പൻ പാപ്പച്ചി അഭിനയിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പോൾ ഈപ്പൻ പാപ്പച്ചിയെ പോലൊരു ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ട് റെഫറൻസ് ഇല്ല. അപ്പോൾ എനിക്ക് ആ മൊത്തം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടറോട് ശ്രീ ലാൽ ജോസിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ രഞ്ജൻ പ്രമോദിൻ്റെ റൈറ്ററോട് സംസാരിക്കുക. എങ്ങനെയാണത്, ഈ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്താണ് അയാളുടെ ഒരു പാസ്റ്റ്, എന്താണ് അയാളുടെ ഒരു ക്യാരക്ടർ, ഓരോന്നും നമുക്കങ്ങനെ ദാറ്റ് ഇസ് മൈ പ്രൈമറി പ്രിപ്പറേഷൻ ഫോർ എ ക്യാരക്ടർ. ഇപ്പോൾ ഈ സിനിമയിൽ പോലും എൻ്റെ സീൻ ഇപ്പോൾ നാളെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി വിളിക്കും. ഇപ്പോൾ ആഷിഖ് ചിലപ്പം തിരക്കിലായിരിക്കും, ഞാൻ മോസിനെ വിളിക്കും. മോസിനെ എന്താണ് സംഭവം, ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമായിരുന്നു. മോസിനെ അറിയാം. അപ്പോൾ എല്ലാ ദിവസവും വിളിച്ച് എന്താണ് അടുത്ത ദിവസത്തെ സീൻ, അല്ലെങ്കിൽ എന്താണ് അയാളുടെ മാനസികാവസ്ഥ, എന്താണ് ഇതിൽ നിന്ന്, അങ്ങനെ ഓരോന്നും എനിക്കിഷ്ടമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിനെയും റൈറ്റേഴ്സിനെയും എനിക്ക് ഭയങ്കര, കാരണം നമ്മളോട് കൂടുതൽ സംസാരിക്കുക, ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അത് എൻ്റെ ജോബ് കുറച്ചുകൂടി ഈസി ആക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ലൂസിഫറിൽ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആ ഒരു ബിഗിനിങ്ങിൽ വരുന്ന ആ ഒരു സീനിൽ ആ ഒരു വീഡിയോ ഇത് ചെയ്യുന്നൊരു, അപ്പോൾ വളരെ പർട്ടിക്കുലർ ആയിരുന്നു പൃഥ്വി, അങ്ങനെ തന്നെ അത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ എന്റെ മനസ്സിൽ വേറെ 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പൃഥ്വി പറഞ്ഞില്ല, അത് അങ്ങനെ തന്നെ പറയണം, ഭയങ്കര സ്പീഡിൽ പറയണം ഡയലോഗ്, എവിടെയും ക്ലോസപ്പിലാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ചുള്ള ഒരു ടാസ്ക്, കാരണം കുറെ നേരം അങ്ങനെ ആ ഒരു ഫ്രെയിം ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അത് വാട്ട് ദ ഫിലിം മേക്കർ ഡിമാൻഡ്സ് ഓഫ് മീ, അല്ലെങ്കിൽ ഡയറക്ടർ എന്താണോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ 17-18 വർഷത്തിൽ ഞാൻ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങോട്ട് ഞാൻ അത് തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെതായ ഒരു ആക്ടേഴ്സ് ഇൻപുട്ട് അതിനകത്ത് ഉണ്ടാവും. If the director needs it, he can take it. ഈ ഗോവർദ്ധനാണ് അറിയാം കുറച്ചൊരു ഇപ്പൊ വട്ടുജയനെ പോലെയല്ല, കുറച്ചൊരു വട്ടുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് ഗോവർദ്ധനെ. പക്ഷെ അത് കുറച്ചുകൂടി പുള്ളിയുടെ കുറെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഒരു ബിറ്റർ എക്സ്പീരിയൻസിന്റെ ബോർഡറിലാണ്. അപ്പൊ കാലിങ്ങനെ കുലുക്കുന്നതും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ അനങ്ങിക്കൊണ്ടെന്ന് സംസാരിക്കുന്നതും അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ച പൃഥ്വി പറഞ്ഞാണ് അങ്ങനെ വേണം, കാരണം കാല് ഇങ്ങനെ നടക്കണം, എപ്പോഴും ഒരു ബോഡിയിൽ ഒരു ഷേക്ക് വേണം, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഷേക്ക് വേണം. ഒരുപക്ഷെ ഈ പറഞ്ഞ ഡയറക്ടേഴ്സിനൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടുള്ളത് പൃഥ്വിയായിരിക്കും. മാനറിസം, ബോഡി അങ്ങനെയൊക്കെ, അതായത് ഈ പറയുന്ന ഈ സിഗ്നേച്ചർ മാനറിസം എല്ലാം അറിയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പെർഫോമൻസ് നെറേറ്റ് ചെയ്യുക എന്നുള്ളത് അതെങ്ങനെയായിരിക്കും? ഇപ്പം അനിയൻ എന്നുള്ളതിനെ മാറി ഒരു ഫിലിം മേക്കർ എന്നുള്ള പൃഥ്വിയുടെ ഒരു നെറേഷൻ എങ്ങനെയായിരുന്നു ആ ക്യാരക്ടർ? പൃഥ്വി വളരെ പർട്ടിക്കുലർ ആയിരുന്നു. ഓരോ ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്നുള്ളത് മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സും, ഇൻക്ലൂഡിങ് ലാലേട്ടൻ്റെ ക്യാരക്ടർ പോലും എങ്ങനെ വേണം എന്നുള്ളത് വളരെ പർട്ടിക്കുലർ ആയിരുന്നു.
അപ്പം അത്രയും വന്ന് ഇപ്പൊ ലാലേട്ടന്റെ കാര്യത്തിലൊക്കെ അതാണ്. കാരണം ഇത്രയും വലിയൊരു സ്റ്റാർ ആയിട്ട് കൂടി പൃഥ്വിയുടെ ഒപ്പം ഇരുന്ന് എന്താണ് രാജു വേണ്ടതെന്ന് കൂടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഒരു ഇംപ്രൊവൈസേഷനിലൂടെയാണ് ലാലേട്ടൻ പോലും അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ എനിക്കറിയാം എന്റെ അനിയനാണ്, ഇതൊക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ എന്താണ് പുള്ളിക്ക് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണല്ലോ ഒരു ആക്ടറിന് ജോലി. അപ്പൊ അതിനകത്തുള്ള ഓരോ ആക്ടേഴ്സും എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ പർട്ടിക്കുലർ ആയിരുന്നു പൃഥ്വി. ഒരു ഡയലോഗ് എങ്ങനെ ഡെലിവറി ചെയ്യണം, അത് ഒരുപക്ഷെ ചിലർക്ക് ആ ഒരു സ്റ്റൈൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. കാരണം ഓരോന്നും നമുക്ക് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ അത്, പക്ഷെ അതിനെ ഇംപ്രൊവൈസ് ചെയ്ത് ചെയ്യാന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു ചലഞ്ചും കൂടിയാണ്. ഞാൻ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഹി വാസ് വെരി ക്ലിയർ ഹൗ ദ ഫിലിം ഹാസ് ടു ബി. ഓരോ ക്യാരക്ടേഴ്സ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ ആക്ഷൻ കാണിക്കണം, എല്ലാം വളരെ പെർട്ടിക്കുലർ ആയിരുന്നു. പ്രോബ്ലി ആദ്യ സിനിമ അങ്ങനെ ആയിരിക്കണം എന്നായിരിക്കും രാജുവിന്റെ മനസ്സിലായ പിക്ചർ. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ ഈ സിനിമ നന്നായി, ഇറ്റ് വർക്ക് ബിഗ് ടൈം. അപ്പോൾ ആ രീതിയിൽ കമേഴ്ഷ്യൽ സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട് ലൂസിഫറിൽ നിന്നുള്ളൊരു ഉദ്ദേശം. ആ ഒരു ഉദ്ദേശം നിറവേറി. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരും അല്ലാത്ത പ്രേക്ഷകരും അത് കണ്ടു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള മലയാള സിനിമയുടെ മാർക്കറ്റ് ഫ്ലഡ് ഗേറ്റ് പോലെ തുറന്നു. കാരണം പല സ്ഥലത്തും നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പല സ്ഥലത്തും മലയാളി പ്രേക്ഷകരുണ്ടെന്നും മലയാള സിനിമകൾ കാണാൻ മലയാളികൾ അല്ലാത്തവർ വരുമെന്നും ഒക്കെ മനസ്സിലായ ഒരു സിനിമയായിരുന്നു ലൂസിഫർ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ റിലീസ് പോലും വലിയ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഇതുപോലൊരു പ്രോജക്റ്റിൽ ലാൻഡ് ചെയ്യാൻ സാധിച്ചതിൽ രാജുവിന്, പൃഥ്വിക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആൻഡ് ഇനിയാണ് അങ്ങോട്ട് ടെസ്റ്റ് ആസ് എ ഡയറക്ടർ, വാട്ട് കൈൻഡ് ഓഫ് ഫിലിംസ് യു ഡു, എങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ഹൗ യു ബാലൻസ് ഇറ്റ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇനി എന്ത് ടൈപ്പ് സിനിമകളാണ് പൃഥ്വി സെലക്ട് ചെയ്യുന്നത്, അടുത്ത സിനിമ എന്നുള്ളത് പറയുന്ന ഫിലിം മേക്കർക്ക് വളരെ ക്രൂഷ്യലാണ്. ഈ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ പൃഥ്വിയെയും ഇതുപോലെ ഇപ്പം ആക്ടറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ പൃഥ്വിക്ക് ചേട്ടൻ എന്നുള്ള രീതിയിൽ ഏതൊക്കെ മാനറിസം ബ്രേക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൺസീവ് ചെയ്ത പോലെ പൃഥ്വി ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രിപ്പറേഷൻസ് ഒരുപക്ഷെ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ ആഗ്രഹമായിട്ടോ, നേരത്തെ ഈ ഡ്രാമ റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ ഒന്നിച്ച് ഡ്രാമ ചെയ്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ പുള്ളിയിൽ ഒരു സ്പാർക്ക് ഉണ്ടെന്നൊക്കെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പണ്ട് തൊട്ടേ സിനിമ സംവിധാനം ചെയ്യുന്നത് വലിയ ആഗ്രഹമുള്ളതാണ് മനസ്സിലായി. ഈ സിനിമ ചെയ്യുന്ന നന്ദനത്തിന്റെ സമയത്തല്ല, പക്ഷെ ഫിലിം മേക്കിംഗ്, ദ ഹോൾ പ്രോസസ് ഓഫ് ഫിലിം മേക്കിങ്ങിനോടും ഡയറക്ഷൻ എന്ന ക്രാഫ്റ്റിനോടും ഭയങ്കര താല്പര്യമുള്ള ആളാണ്. സിനിമയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ ക്യാമറാസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു പണ്ട് തൊട്ടേ. അപ്പൊ ഇവൻച്വലി എന്തെങ്കിലും ഒരിക്കലും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അതിപ്പോ കറങ്ങി തിരിഞ്ഞ് ഇപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് മാത്രം. ആൻഡ് ആ ഒരു ഡെഫിനറ്റ്ലി പണ്ട് തൊട്ടേ ആ ഒരു സ്പാർക്കുള്ള ഒരു വ്യക്തിയായിരുന്നു പൃഥ്വി. അപ്പോൾ ഡയറക്ടറായിട്ട് ഇപ്പോൾ ലൂസിഫറിലൂടെയാണ് വന്നതെന്ന് മാത്രം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. ഇപ്പം ലിജോയോട് സംസാരിച്ചപ്പോൾ ലിജോ പറഞ്ഞു, ലിജോയുടെ എനിക്കൊന്ന് നായകൻ മുതൽ പിന്നെ ഡബിൾ ബാരൽ വരെ ലിജോടൊപ്പം പെർഫോം ചെയ്തിട്ട്, ലിജോയുടെ പിന്നെ വിൻസെന്റ് മട്ടോളി എന്ന് പറയുന്നത് വേറൊരു വളരെ ലാൻഡ്മാർക്ക് റോളുമായിരുന്നു ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ആക്ടറിന്. ഈ പിന്നെ ഇന്ദ്രജിത്ത് എന്തുകൊണ്ടാണ് ഇന്ദ്രജിത്തിനെ തുടർച്ചയായി ഓപ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ, ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന നടനെ ഉപയോഗപ്പെടുത്താൻ എളുപ്പമാണ്. ഒരു ക്യാരക്ടർ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് ഇന്ദ്രജിത്തിന് കൊടുക്കാമെന്ന് ഒരുപക്ഷെ തീരുമാനിക്കാമെന്നാണ്, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചത് ഇത് ഇന്ദ്രജിത്ത് ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയ കോംപ്ലിമെന്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഏത് തരത്തിലും ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലാണ്. ഈ നേരെ തിരിച്ചു കേട്ടിട്ടുണ്ട്, ലിജോ എന്ന് പറയുന്ന ഫിലിം മേക്കറെ ഇന്ദ്രൻ കൺവിൻസ് ചെയ്യണം. അതായത് തുടക്കത്തിൽ ആദ്യ സിനിമയായി വന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് കാണുമോ എന്നതിന് ശേഷം കൺവിൻസ്, അങ്ങനെയാണ് ആദ്യം ഒന്ന് ശരിക്കും ലിജോ നായകൻ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ പറയുമ്പോൾ ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു നരേഷൻ ആയിരുന്നു. അപ്പൊ കഥയ്ക്ക് അതിൻ്റെതായ കമേഴ്ഷ്യൽ പോസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. പക്ഷെ എന്നാലും ആ കഥ പറയുന്ന രീതി, ഇപ്പൊ ആ സിനിമ കണ്ടിട്ടുണ്ടാവല്ലോ, കഥ പറയുന്ന രീതി, കഥകളി പോലൊരു കലാരൂപവും മെറ്റഫറായിട്ട് ചെയ്തിരിക്കുന്ന കഥകളിയിലെ കഥാപാത്രങ്ങളും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബന്ധം, കഥകളിയിലെ ഒരു അതുപോലെയാണ് സിനിമയിൽ വരുന്ന പല പല ഘട്ടങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു നറേഷൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ലിജോ ഇത് ടോട്ടലി ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് സാധനമാണ്. ഇത് വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ ഇത് എങ്ങനെ വരും എന്ന് എനിക്ക് അറിയില്ല. കാരണം ലിജോ പുതിയൊരാളാണ്, ലിജോ എങ്ങനെ ഇത് മേക്ക് ചെയ്യും എനിക്ക് അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ലിജോ പറഞ്ഞു ഓക്കെ ഇന്ദ്ര ടേക്ക് യുവർ ടൈം എന്നിട്ട് എനിക്ക് കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ തന്നു ലിജോ പണ്ട് ചേരുന്ന. അപ്പൊ അങ്ങനെ 1-2 ഷോർട്ട് ഫിലിംസ് ചെയ്യാനൊക്കെ ആ സമയത്ത് 3 എന്നാണെന്ന് തോന്നുന്നു ഒരു ഷോർട്ട് ഫിലിമിന്റെ പേര്, വിജയ് ഉലകനാഥാണ് ക്യാമറ. അത് കണ്ടു. പിന്നെ അത് കൂടാതെ എനിക്ക് 2-3 ആ ഷോർട്ട് ഫിലിംസ് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു. കാരണം ആ ഷോർട്ട് ഫിലിംസും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പാറ്റേൺ ഉള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പുള്ളിക്ക് ഭയങ്കരമായ ഒരു സ്പാർക്കുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്കന്ന് പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ശരിക്കും നായകനിലോട്ട് ലാൻഡ് ചെയ്യുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നായകനിലെ കഥാപാത്രം എന്നെ സംബന്ധിച്ചോളം ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ മൈ കരിയർ. അത്രയും ഞാൻ കഷ്ടപ്പെട്ട്
എളുപ്പമായിരുന്നില്ല അത് ചെയ്യാൻ. ഞാൻ കഥകളി പഠിച്ചിരുന്നു 1.5 മാസം. പിന്നെ കഥകളിയും ആക്ഷനും കൂടെ ബ്ലെൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ പുതിയൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു വേഷമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇന്നും അതിനെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. അല്ല, അതിനുശേഷം എനിക്ക് തോന്നുന്നത് ലിജോടെ തന്നെ അടുപ്പിച്ച് സിറ്റി ഓഫ് ഗോഡ് സ്വർണ്ണവേല് അത് കഴിഞ്ഞാൽ അത് ഒരു തമിഴ് ഇതിൽ തന്നെ സംസാരിക്കുന്നത് ഇവിടെ വന്ന് പെട്ടുപോയ ഒരാളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ലിജോയുടെ എല്ലാ സിനിമകളും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ലേറ്റസ്റ്റ് ടീമായോ പോലും ഇപ്പൊ ജല്ലിക്കെട്ട് ഞാൻ കണ്ടു, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ജല്ലിക്കെട്ട് റിലീസായിട്ടില്ല, പക്ഷെ അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് വിട്ടിട്ട് വ്യത്യസ്തമായി ചിന്തിച്ച് കഥ രൂപപ്പെടുത്തിയെടുക്കുക, കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക, അങ്ങനൊരു മൈൻഡ് സെറ്റുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ആ രീതിയിൽ ഹീസ് ഡെഫിനറ്റ്ലി ക്രിയേറ്റഡ് എ ന്യൂ പാറ്റേൺ ഫോർ മലയാളം സിനിമ ബൈ ഹിംസെൽഫ്. അതിപ്പം ഇന്റർനാഷണലിയും അത് അക്ലൈം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം IFFI ആണെങ്കിലും തീർച്ചയായിട്ടും ഇനി ഒരുപാട് ദൂരം ഇന്റർനാഷണലി ലിജോ എന്ന സംവിധായകൻ സഞ്ചരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നായകന്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിന്റെ ഘട്ടത്തിൽ ലിജോയുടെ ഈ സ്റ്റെപ്പ്, ലിജോ വരാനിരിക്കുന്ന രീതിയിൽ ഈ ഇപ്പം ആമേൻ പോലെ, ഈ മായോ പോലെ, ജല്ലിക്കെട്ട് പോലെ, ഡബിൾ ബാരൽ പോലെ ഞാൻ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് സിനിമ ചെയ്യുന്ന ആളായിട്ട് പോകുന്ന ആ റൂട്ട് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം നായകൻ കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ ചെയ്തത് സിറ്റി ഓഫ് ഗോഡ്. സിറ്റി ഓഫ് ഗോഡും ഒരു സാധാരണ സിനിമയല്ല. മൾട്ടിപ്പിൾ നെറേറ്റീവും സ്റ്റോറി ടെല്ലിംഗ്, ഈ പറഞ്ഞ പോലെ ടു ആൻഡ് ഫ്രോ, ബാക്ക് ആൻഡ് ഫോർത്ത് അടിക്കുന്ന അങ്ങനത്തെ ഒരു വളരെ ന്യൂ ആയിട്ടുള്ളൊരു നെറേറ്റീവ് ആണ് അതിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ലിജോ എന്ന് പറഞ്ഞ ഫിലിം മേക്കർ ഒരു സാധാരണ ഒരു കാർഡ്ബോർഡ് ബോക്സ് സിനിമ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഫിലിം മേക്കിങ്ങിലാണെങ്കിലും സബ്ജക്റ്റിലാണെങ്കിലും നെറേറ്റീവിലാണെങ്കിലും എന്തെങ്കിലും ന്യൂ ആയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ഒരാളാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ആമേൻ വന്നു. ആമേൻ ഭയങ്കര സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴാണല്ലോ നമുക്കൊരു പ്രഷർ വരുന്നത്. പക്ഷെ അത് ടോട്ടലി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ മായവും അതുപോലെ ഇപ്പൊ ജല്ലിക്കെട്ട് പോലുള്ള സിനിമകൾ ചെയ്യാന്ന് പറയുന്നത് അത് ആ ഫിലിം മേക്കറിന്റെ കൺവിക്ഷൻ. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കറിന്റെ കൺവിക്ഷനാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ന്യൂ പാത്ത് തന്നെ ലിജോ ട്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് ദൂരം ലിജോയ്ക്ക് സഞ്ചരിക്കാനുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സിനിമകൾ ഇന്റർനാഷണലി ഏതൊരു രാജ്യത്തോട് കാണിച്ചാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള സിനിമകൾ ലിജോയിൽ നിന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വൈറസിന്റെ ആണെങ്കിലും വൈറസിന്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ എനിക്കൊന്ന് ആദ്യം ശ്യാമിന്റെ ഒരു കമന്റ് കാണുന്നത്, പൊളി ആക്ടർ എന്ന് പറഞ്ഞിട്ടായിരുന്നു ശ്യാമിന്റെ ഷെയർ ചെയ്തിരുന്നത്. അതിനുശേഷം ആഫ്റ്റർ റിലീസ് പിന്നെ ഇപ്പം പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ടുള്ള ആ ഫോട്ടോ തന്നെ ഒരുപാട് പേര് ആ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഇപ്പം ഒരു നടനിലേക്ക് പെട്ടെന്ന് കേന്ദ്രീകരിച്ച് ഒരുപാട് പേര് പ്രൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ വേറെ തന്നെ ഒരു ഫാൻ ഫോളോയിങ് സ്വഭാവത്തിൽ അത് പെർഫോമർക്ക് കിട്ടുന്നതാണ്. എനിക്കൊന്ന് സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള ഫോളോവേഴ്സ് അല്ലാതെ പെർഫോമേഴ്സിലേക്ക് വരുന്നു. അപ്പം വേറെ തരത്തിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ ഈ ക്യാരക്ടർ ഇനി എടുക്കുന്ന ക്യാരക്ടർ? തീർച്ചയായിട്ടും ഉണ്ട്. വളരെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മനുഷ്യ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീനിൽ വരുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ജനങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ അത് ആക്ടർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന സിനിമകൾ, ഇനിയും ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങൾ, അത് ഓരോന്നും അതുപോലെ നന്നായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു സംഭാവന പ്രേക്ഷകർക്ക് നൽകണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കഥാപാത്രങ്ങളും സിനിമകളുമാണ് ഇനിയും വരേണ്ടതെന്നുള്ളൊരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടി തന്നെയാണ്. പക്ഷേ സിനിമയിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോകാറില്ല. പലപ്പോഴും സംടൈംസ് ഇറ്റ് വർക്ക്സ് ബിഗ് ടൈം ഫോർ യു. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഓവർനൈറ്റ് നമ്മൾ പോലും അറിയാത്ത പോലെ ഒരുപാട് നല്ല സിനിമകളും നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് വരും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല കഥാപാത്രം ചെയ്യാൻ. അപ്പോൾ അതിനൊന്നും ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല സിനിമയിൽ. അനിശ്ചിതാവസ്ഥ, അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എല്ലാ സിനിമാക്കാരനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇപ്പോൾ ദൈവം സഹായിച്ച് ഇപ്പോൾ വൈറസ് കഴിഞ്ഞു, അടുത്തിപ്പോൾ തുറമുഖം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം വരാൻ പോകുന്ന പ്രോജക്റ്റുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഈ പറയുന്ന ഇന്ദ്രജിത്ത് എന്ന നടനെ എക്സ്പ്ലോർ ചെയ്യുന്ന കഥാപാത്രങ്ങളും സിനിമകളും ആയിരിക്കും ഈ വർഷം. തുറമുഖത്തേക്ക് കൂടി, കാരണം വെച്ചാൽ തുറമുഖം എനിക്ക് തോന്നുന്നത് ക്യാൻവാസിന്റെ സ്വഭാവത്തിലാണെങ്കിലും രാജീവ് രവി ഇതുവരെ ചെയ്തതിൽ നിന്ന് വലിയ ക്യാൻവാസാണ്, പീരിയഡ് സിനിമയാണെന്ന് കേൾക്കുന്നു. പിന്നെ ഗോപൻ ചിദംബരം അത്തരത്തിൽ ചെയ്തൊരു ഡ്രാമയിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. ഇപ്പൊ പറയാവുന്ന എന്തൊക്കെയായിരിക്കും? പീരിയഡ് സിനിമയാണ്. 1940s 30s കാലഘട്ടങ്ങളിൽ കൊച്ചി തുറമുഖത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അന്നുണ്ടായിരുന്ന ഒരു വർക്കേഴ്സ് യൂണിയനും കാര്യങ്ങളുമൊക്കെ അതൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ നടന്ന ഫിക്ഷനും ഉണ്ട്, റിയൽ ക്യാരക്ടേഴ്സും ഉണ്ട്. റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് അതിനകത്തുണ്ട്, എന്നാൽ അതിനകത്ത് ഫിക്ഷനും ഉണ്ട്. സോ അപ്പോൾ ഒരു ആ ജോണറിൽ വരുന്നൊരു സിനിമയായിരിക്കും. അതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്. അന്ന് ജീവിച്ച് മരിച്ചുപോയ ഒരു ക്യാരക്ടറാണ്. ഞാൻ രാജീവിനോട് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ നമ്മൾ തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയം. ഒരുപാട് വർഷത്തെ എന്ന് പറഞ്ഞാൽ 2002 തോന്നുന്നു. സീതാ കല്യാണം എനിക്കൊന്ന് രാജീവിന്റെ സെക്കൻഡ് ഫിലിം ആയിരുന്നു. അതിൽ രാജീവാണ് ഡിഒ, ഗീതുവും ഞാനും നമ്മളൊക്കെ ഒരുമിച്ച്. എന്നിട്ട് ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണ് എല്ലാവരും. അപ്പൊ അത്രയും വർഷത്തെ ഒരു പരിചയത്തിന് ശേഷം ഫ്രണ്ട്സ് ആണ്, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇപ്പോഴാണ് ഒരു സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്.
തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോളായിരിക്കും. പിന്നെ എപ്പോഴും ഇതിനകത്തും ഈ റിയൽ ലൈഫ് നമുക്കറിയാം, ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ജീവിച്ചിരുന്നു, അയാൾ അന്ന് എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെതായ ചെറിയ പഠനം എൻ്റെതായ രീതിയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു വൺ ഓഫ് മൈ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത്ര ഒരു വലിയ ലെങ്തി ക്യാരക്ടറാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഉള്ള സാധനം വളരെ പവർഫുൾ ആയിരിക്കും സിനിമയിൽ. അങ്ങനത്തെ ഒരു റോളാണ് ഞാൻ ചെയ്യുന്നത്. തമിഴിൽ ജയലളിത ബയോപിക്കുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട റോൾ തമിഴിൽ നിന്ന് കേൾക്കുന്നത്. അത് ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു ന്യൂസാണ്. അത് ഞാനതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ പറ്റത്തില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞു. അതൊരു വെബ് സീരീസാണ്. ഗൗതം മേനനാണ് സംവിധാനം ചെയ്യുന്നത്. MX Player എന്ന് പറഞ്ഞ പുതിയൊരു ആപ്പുണ്ട്, അതിലാണ് അത് വരാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഉലകമെമ്പാടുമുള്ള എല്ലാവരും കാണാൻ സാധ്യതയുള്ളൊരു ജയലളിത നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ലൂസ്ലി ഇൻസ്പയർ ഓൺ ദിയർ ലൈഫ്സ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഈ വരും ദിവസങ്ങളിൽ സംസാരിക്കാമെന്ന് വയ്ക്കുന്നു. കാരണം ഒരുമിച്ചുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഗൗതം മേനൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ആൻഡ് ഒരു വെബ് സീരീസിൽ അതുപോലെ ഇതുപോലൊരു റിയൽ ക്യാരക്ടർ അല്ലെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഞാൻ അതിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് എനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ പഠിച്ചത് കുറേ ചെന്നൈയിൽ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ചെയ്ത് ഡബിങ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്ത്. മാത്രമല്ല ഡയലോഗ്സ് ഒന്നും അത്ര എളുപ്പമായിരുന്നില്ല, കാരണം പഴയ ആ ഒരു സെന്തമിഴ് വരികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞു ഷൂട്ടിംഗ്. ഇപ്പോൾ ഫസ്റ്റ് സീസൺ 10 എപ്പിസോഡ്സ് ഷൂട്ടിംഗ് കഴിഞ്ഞു. ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു അവർ എയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി വലിയൊരു പ്രോജക്റ്റാണ്. വലിയ പ്രൊഡക്ഷൻ ഹൗസും വലിയ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. വലിയ ഒരു സിനിമ ചെയ്യുന്നതിനേക്കാളും വലിയൊരു പ്രൊഡക്ഷൻ വാല്യൂസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ആളുകളിൽ അറിയാം. ഈ അതോടൊപ്പം തന്നെ ഇപ്പോൾ പൂർണിമ വലിയ ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നു. പക്ഷേ പൂർണിമയുടെ ഡോക്ടർ സ്മൃതി എന്ന് പറഞ്ഞ ക്യാരക്ടർ കിട്ടിയ വലിയൊരു അപ്രീസിയേഷനായി തോന്നിയത് ഈ ഇടവേള ആളുകൾക്ക് മനസ്സിലാകാത്ത പദം, ആളുകൾക്ക് ഇടവേളയാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഉള്ളൊരു കൺസിസ്റ്റൻസി പെർഫോമൻസ് ഉണ്ടായിരുന്നതാണ്. അതേക്കുറിച്ച് എന്താ പറയുന്നത്? ഒരു പൂർണിമയ്ക്ക് എന്നും അഭിനയിക്കാൻ ഭയങ്കര താല്പര്യം തന്നെയായിരുന്നു. ഭയങ്കര പാഷനറ്റ് ആണ്. നല്ല സിനിമകൾ ചെയ്യണമെന്ന് എന്നും വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അതിപ്പോൾ കല്യാണത്തിന് ശേഷമാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് തിരിഞ്ഞത്. വളരെ ആക്റ്റീവായിട്ട് ഒരു ഡിസൈനർ എന്ന ജോലി കൂടി ഏറ്റെടുത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് നടത്തിയത്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അതിന്റെ ജോലി സജീവമാണ്. സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് ബേസ് ചെയ്ത് നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കുട്ടികളും വളർന്നു വരുന്നു, അവരുടെ സ്കൂളിങ് കാര്യങ്ങൾ. ഇപ്പൊ കുട്ടികൾ രണ്ടുപേരും വലുതായി. അപ്പൊ അതുകൊണ്ട് ഒരാളെപ്പോഴും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ പൂർണ്ണിമ, നമുക്ക് ഏതെങ്കിലും ഒരാളെപ്പോഴും വീട്ടിൽ അവരോടൊപ്പം വേണം, കാരണം അവരുടെ സ്കൂളിങ് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു കഴിഞ്ഞ കുറേ വർഷം. പക്ഷെ എന്നും നല്ല സിനിമകളുടെ ഭാഗമാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആ ഒരു പാഷൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു പൂർണ്ണിമ. അപ്പോൾ ആ രീതിയിൽ വൈറസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഷീ ഈസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. തുറമുഖത്തിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. ഇതിൽ കോമ്പിനേഷൻ ഇല്ലല്ലോ, ഇതിലും കോമ്പിനേഷൻ ഇല്ല, തുറമുഖത്തിനും കോമ്പിനേഷൻ ഇല്ല സാധ്യതയുള്ളത്. അതെ. അപ്പോൾ ഏതായാലും ഈ 2 സിനിമകളിലും വളരെ ആസ് എൻ ആക്ടർ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന പോലെയുള്ള വേഷങ്ങളാണ് കിട്ടിയത്. തുറമുഖത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നു. ഞാൻ വൈറസിൽ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ സ്മൃതി വളരെ കൺവിൻസിംഗ് ആയിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പൂർണ്ണിമയ്ക്ക് പറ്റി. ഇനിയും അങ്ങോട്ട് നല്ല സിനിമകൾ പൂർണ്ണിമയുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും കാത്തിരിക്കാം അതിന്. ഇതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു പൃഥ്വി ഡയറക്ടർ എന്ന രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഒരുപാട് ആക്ടേഴ്സ് പിന്നെ സംവിധായകരാവുകയും സംവിധായകർ പെർഫോമൻസ് ആവുകയും ചെയ്യുന്നത്. ഇതിൽ തന്നെ അറിയാം ഒരുപാട് പേര് സക്കരി അടക്കമുള്ള ദിലീഷ് അടക്കമുള്ള ഫിലിം മേക്കേഴ്സാണ്. അപ്പം ഫിലിം മേക്കിംഗ് എന്നുള്ള രീതിയിൽ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ആക്ടർ ചിന്തിക്കുന്നുണ്ടോ? അത്തരം ചിന്തയുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ഇമ്മീഡിയറ്റ് പ്ലാൻസ് ഒന്നുമില്ല. പക്ഷേ ഒരു സിനിമ സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു ബുക്ക് വായിക്കുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യുന്നത്, എൻ്റെ മനസ്സിൽ വരുന്ന വിഷ്വൽസ് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആ രീതിയിൽ ഒരു ഫിലിം മേക്കർ എന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ ഉണ്ടാവില്ല, പക്ഷെ തീർച്ചയായിട്ടും ഇന്ദ്രജിത്തിൻ്റെ ഒരു സംവിധാന സംരംഭം എന്നെങ്കിലും പ്രോബ്ലി അടുത്ത 10 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം. ഈ ഇപ്പം ഞാൻ തന്നെ പറയാം, ഇപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കൊന്നത് ഇപ്പം ട്രോൾ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്തിനും ഏതിനും പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ളൊരു ഉത്തരവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ കൊന്നത് വട്ടുജയനെ ഒരിക്കുന്ന അവരുടെ ഒരു
അമർഷോ ദേഷ്യം കൂടി പ്രകടിപ്പിക്കാനുള്ളൊരു കമന്റ് ബോക്സിൽ ഒരു ഓപ്ഷൻ ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ ആ ക്യാരക്ടർ ചില ആളുകൾ അതിന്റെ തന്നെ ഒരു സീക്വൽ പോലും എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഈ വട്ട് ചെയ്യുന്ന ക്യാരക്ടറിനെ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അതാ സിനിമയെ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നും ആ ഒരു സിനിമ എന്നുള്ളത്. ഇപ്പൊ അന്ന് കമേഴ്ഷ്യലി അത്ര നന്നായിട്ട് സിനിമ പോയില്ലെങ്കിലും ഇന്ന് ആ സിനിമയെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊരു ക്ലാസിക് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ട സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ ആ സിനിമ എത്ര ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ വട്ടുജയൻ എന്ന കഥാപാത്രവും. ഞാൻ പറഞ്ഞില്ല, വട്ടുജയൻ എന്ന് പറയുന്നത് ഒരുപാട് മാനസിക സംഘർഷങ്ങളിലുള്ള പല ലേയേഴ്സിലുള്ള ക്യാരക്ടറാണ്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാം കണ്ണിൽ തന്നെ അടക്കിപ്പിടിച്ച് ഉള്ളിൽ അടക്കിപ്പിടിച്ച് പെർഫോം ചെയ്യുന്ന മുരളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള മറ്റൊരു വലിയ പ്ലസ് പോയിന്റ് അതാണ്. കാരണം ആസ് എൻ ആക്ടർ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഷൂട്ടിംഗ് ഇപ്പോൾ 6 മാസം കഴിഞ്ഞാൽ തുടങ്ങുന്നതെങ്കിൽ ഇന്ന് തുടങ്ങും, ഓരോന്നായിട്ട് പറഞ്ഞു മറ്റ് ചെയ്യാൻ ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞു തരത്തില്ല, ഓരോന്നായിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ നമുക്ക് ഓരോ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മുടെ ഉള്ളിലോട്ട് ഫീഡ് ചെയ്ത് ഷൂട്ടിംഗ് ഇറങ്ങുമ്പോൾ നമ്മൾ കറക്റ്റ് പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പം ആ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇന്നർ കോൺഫ്ലിക്ട്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയിലുടനീളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേഷമാണ് വട്ടുജയൻ്റെത്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കണ്ണിൽ ആ ഒരു വിഷമവും ദേഷ്യവും ഒക്കെ വെച്ച് പെർഫോം ചെയ്ത ഒരു വേഷം. ഈ പിന്നെ നമ്മൾ കുറെ കാലത്ത് ഈ പിന്നെ അമ്മ മകൻ റിലേഷൻഷിപ്പിന്റെ പല വേർഷൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വേറെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ സേതുലക്ഷ്മി അമ്മയും ജയനുമായിട്ടുള്ള ക്യാരക്ടർ ഇപ്പോഴും അങ്ങനെ ആ രീതിയിൽ പോലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ്, അതായത് ജയന്റെയും അമ്മയുടെയും ഒക്കെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ്, അയാളുടെ ലൈഫിലുള്ള ആ ഒരു സമയത്തെ അവസ്ഥ, അത് ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ മാത്രമേ ഇഷ്ടപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജയന്റെ ഇന്നർ കോൺഫ്ലിക്റ്റ് ഓഡിയൻസിന് മനസ്സിലാവാൻ പറ്റും, എന്താണ് ജയൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത്, അല്ലെങ്കിൽ ജയനും ജയന്റെ അമ്മയായിട്ടുള്ള ബന്ധം, അമ്മ കടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അപ്പോൾ അത്രയും നല്ലൊരു ആ ദേഷ്യം അത്രയും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അയാളുടെ അമർഷം ഞങ്ങൾക്ക് അത് അറിയാം. അത്രത്തോളം ആ കഥാപാത്രങ്ങളും ആ സിനിമയായിട്ട് ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അത്രത്തോളം ആ ക്യാരക്ടേഴ്സിന് അകത്തോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ആ ക്യാരക്ടർ ഇന്നും സംസാരിക്കപ്പെടുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് വൺ ഓഫ് മൈ ബെസ്റ്റ്. ഇതുവരെയുള്ള ചെയ്തിട്ടുള്ള വേഷങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിനന്ദിക്കുന്ന എന്നും വട്ടുജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനായിരിക്കും. വേറെ രീതിയിൽ നോക്കി ഈ അടുത്ത് കണ്ടത് എനിക്കൊന്ന് മല്ലിക ചേച്ചി തന്നെയാണ് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനത് സത്യം പറഞ്ഞാൽ അതൊക്കെ ഇത്ര വലിയ ന്യൂസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. കാരണം അമ്മ എനിക്കൊരു ഷർട്ട് വാങ്ങി തന്നു. അപ്പൊ അമ്മ മിക്കപ്പോഴും വാങ്ങിച്ചു തരുമ്പോഴത്തേക്കും ചിലപ്പോൾ ലൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും. ഇപ്രാവശ്യം അമ്മ വാങ്ങിച്ച പെർഫെക്റ്റ് സൈസ്. അപ്പൊ ഞാൻ അനു പൂർണ്ണമാനെ അനു എന്നാ വിളിക്കുന്നത്, അനു ഒന്ന് ഷൂട്ട് ചെയ്യും, അമ്മയ്ക്ക് ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കാൻ. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്ത അമ്മയ്ക്ക്. അമ്മ ഇത് ഏതോ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലിട്ടു, അങ്ങനെയാണ് ഈ സാധനം ലീക്കായി പുറത്തു പോകുന്നത്. പക്ഷെ വേറെ രീതിയിൽ ഇപ്പം സുകുമാരൻ എന്ന് പറയുന്ന നടന്റെ മാനറിസങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന്റെ ഏതെങ്കിലോ ലക്ഷണങ്ങൾ ചില ഘട്ടത്തിൽ ഇപ്പം ഇതിൽ തന്നെ വൈറസിൽ തന്നെ ചില ആംഗിൾ നോക്കുമ്പം സുകുമാരൻ എന്ന് പറഞ്ഞ ആക്ടർ ഇത്തരം ക്യാരക്ടർ ചെയ്തിട്ടില്ലേ, അതിന്റെ സൂചനകളിൽ ഈ പെർഫോമൻസിൽ നിന്ന് അങ്ങനെയും റീഡ് ചെയ്തവരുണ്ട്. തീർച്ചയായിട്ടും അതിൽ തെറ്റില്ല. കാരണം അച്ഛനല്ലേ, അപ്പൊ അച്ഛന്റെ ഒരു ചേരുവകൾ എന്റെ എക്സ്പ്രഷനിലും ഇപ്പൊ ഞാനിപ്പം ഇപ്പൊ ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും പലരും പറയും ചിരിക്കുകയാണെങ്കിൽ അമ്മയെ പോലെയാണ്, ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ നോക്കി അച്ഛനെ പോലെയാണെന്ന്. അതിപ്പോ മീശ മാധവനിലും ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് ആൾക്കാർ പറയുന്നു ഈ ദേഷ്യത്തിലൊക്കെ നോക്കിയിട്ട് സമയത്ത് സുകുമാരൻ എന്ന് പറഞ്ഞ റെഫറൻസിൽ തന്നെ. അപ്പൊ അത് ഇൻ എ വെരി സ്വീറ്റ് വേ, ഇൻ എ വെരി പോസിറ്റീവ് വേ ഒരു മകന്റെ പെർഫോമൻസ് അച്ഛനെയും ഒരു കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്നു, അച്ഛനെയും ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ അത്ര എവിഡന്റ് ആയിട്ട് അതില്ല. നമ്മളൊക്കെ ഞാനാണെങ്കിലും ഇപ്പോൾ പൃഥ്വി ആണെങ്കിലും നമ്മുടേതായ തനതായ ശൈലികൾ അല്ലെങ്കിൽ ഓരോരോ കഥാപാത്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അത് ചെയ്യുമ്പോഴും എവിടെയോ അച്ഛനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സന്തോഷമുണ്ട് അങ്ങനെ ആൾക്കാർ പറയുമ്പോൾ. ശരിക്കും പെർഫോമൻസ് ഡ്രിവൺ റോളുകളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പരീക്ഷിക്കാനാണ് എപ്പോഴും ഇന്ദ്രജിത്ത് മുതിർന്നെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ. അപ്പം അത് വേറെ രീതിയിൽ സ്റ്റാർഡം സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ലേ? സ്റ്റാർഡം എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊരു കാര്യമല്ല, സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആസ് എൻ ആക്ടർ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളും ഇപ്പോൾ അത് പലതും ആവാം, ഏത് ജോണർ വേണമെങ്കിലും ആവാം. അതിപ്പം റിയലിസ്റ്റിക് സിനിമ എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമകൾ എല്ലാ ജോണറുകളും ബാലൻസ് ചെയ്തുകൊണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും, അത് ഹ്യൂമർ ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ എല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചോളം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ഇതുവരെ വന്നേക്കുന്നത്. ഇപ്പം പോലീസ് കഥാപാത്രങ്ങൾ 2 ചെയ്താൽ പിന്നെ അതേ വർഷം 2 പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മളൊരു വേഷം ചെയ്തു, അടുത്തതിനും ചെയ്യുമ്പോൾ എന്തെങ്കിലും സംതിങ് ഡിഫറെൻറ്റ്, ഇനി അടുത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ.
ആ ഒരു പാറ്റേൺ മാക്സിമം എനിക്ക് പറ്റുന്നത് പോലെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും കൊല്ലം വന്നിട്ടുള്ളത്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവശാൽ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോജക്ട്സും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും എന്നെ തേടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ടറിൻ്റെ ബോഡി ഓഫ് വർക്കാണ് എപ്പോഴും അയാളെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ജോണേഴ്സിലൂടെ സഞ്ചരിച്ച് പോയിട്ടുള്ള ഒരു ബോഡി ഓഫ് വർക്ക് ഈ 18 വർഷത്തിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ശക്തി എന്ന് ഞാൻ കരുതുന്നു. വേറെ രീതിയിൽ ഇപ്പം ഞാൻ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന നടൻ്റെ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് പല ആളുകളും ഇമോഷണൽ കരയുന്ന സീൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ വന്നു കഴിഞ്ഞാൽ ഈ കോ ആക്ടേഴ്സിൻ്റെ അടുത്ത് പെർഫോം ചെയ്യുന്നതിന് ചിലർക്കെങ്കിലും ലിമിറ്റേഷൻ തോന്നാറുണ്ട്. ഈ രണ്ട് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ അതായത് അത്ര ഇമോഷൻ പല വേരിയേഷൻസ് ഉള്ള ഇപ്പം കരച്ചിലോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സീൻസ് അങ്ങനെ വരുന്ന ഇതിലാണെങ്കിലും അല്ലെങ്കിൽ ഈ അമർ അക്ബർ അന്തോണി അടക്കമുള്ള സിനിമകളിലെ ഈ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ഇതെന്തൊരു മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ പുതിയ മുഖം എന്നുള്ള പാട്ടൊക്കെ പാടുന്ന ലെവൽ ഒരു അപ്സൈഡ് ഒക്കെ ആവുന്ന രീതിയിലുള്ള ഹ്യൂമർ ചെയ്യുന്നത് ഈ രണ്ട് എക്സ്ട്രീമും പെർഫോം ചെയ്യാറുണ്ട്. അപ്പം റിയൽ ലൈഫിൽ അങ്ങനെ കണക്ട് ചെയ്യുന്ന സംഗതി ആയിരിക്കില്ലല്ലോ ഇത്. അല്ല, ഞാൻ ജനറലി ഭയങ്കര സോഷ്യലായിട്ടുള്ള ഒരാളാണ്, വളരെ ഒബ്സർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് സർക്കിളിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എക്സ്ട്രീംലി ഹ്യൂമറസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ജനറലി വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ സുഹൃത്ത് എന്നുള്ളത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരു പുതിയ സ്ഥലത്ത് ചെന്നു, നമ്മൾ കുറേ പേരെ പരിചയപ്പെടുന്നു. അപ്പോൾ നമുക്ക് അതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ അവരുടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഒരു ക്യാരക്ടർ എന്നിലോട്ട് ഇമ്പ്രിൻ്റ് ആയി പോകും. കാരണം ആ മറക്കാൻ പറ്റാത്ത കുറേ ക്യാരക്ടേഴ്സാണ് അങ്ങനെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ഒബ്സർവേറ്റീവ് ആവുന്നതിൻ്റെ ഒരു ഇത് എവിടെയോ ആസ് എൻ ആക്ടർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെയുള്ള ഒബ്സർവേഷൻ നിന്ന് കിട്ടുന്ന ഒരു, എനിക്ക് തോന്നുന്നു എവറി ഗുഡ് ആക്ടർ ഇസ് എ ഗുഡ്, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഓരോരുത്തരെയും. അപ്പോൾ അതാണ് ഞാനൊരു വളരെ ഒരു പ്ലസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്നിൽ ആസ് എൻ ആക്ടർ. ഡിഫറെൻ്റ് ആയിട്ട് എൻ്റേതായ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ഒരു ക്യാരക്ടറിനേക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ആ ഒബ്സർവേഷൻ എന്നുള്ളൊരു ആ ഒരു ഇതാണ്. ഇപ്പം അത് ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൽ ഡബിൾ ബാരൽ അറിയാം, അത് പക്ക കോമിക്കാണ് രണ്ടുപേരും. അത് അതുവരെ കണ്ട ഒരു ഇന്ദ്രജിത്ത് പൃഥ്വിരാജ് കോമ്പിനേഷൻ പോലല്ലോ, വളരെ കോമിക്കായിട്ട് നമ്മൾ ഇതൊരു കാർട്ടൂണിൽ കാണുന്ന പോലെയാണ് പെർഫോം ചെയ്യുന്നത്. ജനറലി ഞാൻ കുറച്ച് ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ആളാണ്. സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്, തമാശകൾ പറയാറുണ്ട്, ചിരിക്കാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞത് ആസ് എൻ ആക്ടർ ഐ എം എ വെരി സെൻസിറ്റീവ് പേഴ്സൺ. അപ്പോൾ ആ രീതിയിൽ ഇമോഷണൽ എൻ്റെ ഒരു ഇമോഷണൽ ആർക്കും എനിക്ക് സങ്കടം വരാറുണ്ട്, വിഷമം വരാറുണ്ട്. അതൊക്കെ സാധാരണ ഒരു പച്ച മനുഷ്യനെ പോലെ തന്നെയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആ ഒരു സെൻസിറ്റീവ് നേച്ചറും അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമറസ് നേച്ചറും ഒക്കെ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിലേക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവും നമ്മൾ തന്നെ അറിയാതെ. അതുകൊണ്ടായിരിക്കാം പിന്നെ ഡയറക്ടർ കൺസീവ് ചെയ്ത രീതിയിൽ അതെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഒരു റൈറ്ററായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നല്ലൊരു എക്സലൻറ്റ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിൻ്റെ റൈറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ഒരു കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് കയറും. എനിക്കങ്ങനെ ഉണ്ടായിട്ടുള്ളത്. വളരെ ആ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ വളരെ ഒബ്സർവേറ്റീവായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ചില സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറും ആ ക്യാരക്ടറിന്. അത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് ഒരു മൊമെൻ്റ് ഉണ്ട് ഒരു ആക്ടറിന്. ദാറ്റ് ഈസ് ഓൺലി ദി ആക്ടേഴ്സ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തോ അവിടെ വരാൻ പോകുന്നത്. മനസ്സിലായി? നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പലതും നമ്മുടെ മനസ്സിലുണ്ടാവും, അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ ആ ഒരു മൊമെൻ്റ് ഉണ്ട്, അതൊരു ഡിവൈൻ സാധനമാണ്, അതൊരു ഗോഡ്ലി സാധനമാണ്. നമുക്ക് പോലും അറിയാത്തൊരു സാധനമാണ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് നമുക്ക് വരുന്നത്. അത് ദൈവം സഹായിച്ച് അത് നന്നാവുമ്പോഴാണ് ഒരു ആക്ടർ നന്നാവുന്നത്. അതൊരു ഗോഡ്ലി സാധനമായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. സംതിങ് ബിയോണ്ട് വേർഡ്സ്, ലൈക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പോലും ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്താൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പെർഫോം ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് മോണിറ്റർ ചെയ്ത് കാണുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് നന്നായല്ലോ നമുക്ക് തന്നെ ചിലപ്പം തോന്നും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളൊരു സാധനമാണത് ആക്ടിങ് എന്ന് പറയുന്നത്. ഏതായാലും പിന്നെ തുറമുഖം വരുന്നു, തമിഴ് വെബ് സീരീസ്, ഗംഭീര റോളുകൾ ഇനിയും. താങ്ക് യു വെരി മച്ച്.